നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. വെളിച്ചം ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വെളിച്ചം ചാനലിൻ്റെ പ്രേക്ഷകർക്കും അപ്രതീക്ഷിത ധനലാഭങ്ങളും അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളും സർവകാര്യ വിജയവും സർവവിധ സൗഭാഗ്യവും രാജകീയ സുഖഭോഗങ്ങളും കിട്ടട്ടെ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവയെല്ലാം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുക്രൻ രാശി മാറുന്നു. 2024 മെയ് 19 മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് സ്വക്ഷേത്ര ബലവാനായിട്ട് ശുക്രൻ രാശി മാറുകയാണ്. ഇത് 2024 മെയ് 19 മുതൽ 2024 ജൂൺ 12 വരെയാണ് ഈ രാശിമാറ്റം നിലനിൽക്കുന്നത്. അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്ക് ഗുണഫലങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. 12 രാശിക്കാരിൽ 9 രാശിക്കാർക്കും ശുക്രൻ്റെ രാശിമാറ്റം ഗുണകരമാണെങ്കിലും അതിൽ തന്നെ സെലക്ട് ചെയ്ത് ഞങ്ങൾ 6 രാശിക്കാരുടെ കാര്യം മാത്രമാണ് പറയുന്നത്. അത് ഈ ശുക്രൻ്റെ അനുകൂല ഭാവം മാത്രമല്ല, മറ്റ് ഗ്രഹങ്ങളുടെ അനുകൂല ഭാവങ്ങളും കൊണ്ട് നിരവധി നേട്ടങ്ങൾ വരുന്ന 6 രാശിക്കാരെ മാത്രമാണ് ഞങ്ങൾ ഇതിൽ പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള രാശിക്കാരുടെ കാര്യം ആദ്യം പറയാം. പിന്നെ തുടർന്നുള്ള സ്ഥാനങ്ങൾ കിട്ടുന്ന രാശിക്കാരുടെ കാര്യങ്ങൾ പിന്നീട് പറയാം. മൊത്തം 6 രാശിക്കാരെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത്. ശുക്രൻ അനുകൂലമായിട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് നേട്ടങ്ങൾ? നിങ്ങൾക്കൊക്കെ അറിയാം, ശുക്രൻ തരാത്ത ഒരു തരത്തിലുള്ള ഒരു സൗഭാഗ്യവും ഭൂമുഖത്തില്ല. എല്ലാ സൗഭാഗ്യങ്ങളും ശുക്രൻ തരുമെന്നുള്ളതാണ് സത്യം. പ്രധാനമായിട്ടും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, ലൗകിക സുഖങ്ങൾ എല്ലാം തന്നെ ശുക്രൻ പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ ബന്ധങ്ങളിൽ ഊഷ്മളത വർദ്ധിപ്പിക്കും. അതിപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മാത്രമല്ല, കാമുകർ, അതുപോലെ തന്നെ ബിസിനസ് സുഹൃത്തുക്കൾ, അയൽക്കാർ, ബന്ധുക്കൾ, അങ്ങനെ അതുപോലെ തന്നെ സമൂഹത്തിലെ ഉന്നതര് ആയിട്ടുള്ള സൗഹൃദ ബന്ധം, പുതിയ സുഹൃത്തുക്കളെ കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ശുക്രൻ അനുകൂലമായാൽ ഊഷ്മളത വർദ്ധിക്കും. പിന്നെ തീർച്ചയായിട്ടും കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അസാമാന്യമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും ശുക്രൻ അനുകൂലമായിട്ട് വരികയാണെങ്കിൽ. അതിൽ ഞങ്ങൾ ആദ്യം, അതായത് ഏറ്റവും കൂടുതൽ ഭാഗ്യം വരുന്നത്, അതായത് കർക്കിടകം രാശിക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം വരുന്നത്. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തേക്കാണ് ശുക്രൻ രാശി മാറുന്നത്. അത് മാത്രമല്ല, 15-ാം തീയതി മുതൽ സൂര്യനും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരുന്നു. അതുകൂടാതെ മെയ് 1 മുതൽ വ്യാഴം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരുന്നു കർക്കിടകം രാശിക്ക്. അതുകൂടാതെ ചൊവ്വ ജൂൺ 1 മുതൽ അനുകൂലമായിട്ട് വരുന്നു. കൂടാതെ കേതു 3ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. ബുധനും അനുകൂലം തന്നെയാണ്. രാഹു ഭാഗ്യസ്ഥാനത്തുമുണ്ട്. അപ്പോൾ നിരവധി ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ് കർക്കിടകം രാശിക്കാർക്ക് ഈ കാലയളവിൽ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാം. ഞങ്ങൾ ഈ ഇടവ മാസത്തെ പൊതുവിലുള്ള ഫലം ഞങ്ങൾ പറഞ്ഞിട്ടില്ല.
സാധാരണ എല്ലാ മാസവും മലയാള മാസവും ഞങ്ങൾ ഇത് ഇടുന്നതാണ്. അതായത് സൂര്യൻ രാശി മാറുമ്പോൾ ആർക്കൊക്കെ നേട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടാറുണ്ട്. പക്ഷേ ഇത്തവണ ഞങ്ങൾ മനഃപൂർവ്വം അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു. കാരണം കർക്കിടകം രാശിക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും പൊതുവെ ഈ ഇടവ മാസം വലിയ നേട്ടങ്ങളൊന്നും വരുന്നില്ല എന്നത് കണ്ടാണ് ഞങ്ങൾ ഇടവ മാസത്തിലെ കാര്യങ്ങൾ ഫലങ്ങൾ പറയാഞ്ഞത്, അപ്ലോഡ് ചെയ്യാഞ്ഞത്. മേടം, മീനം, ധനു, ചിങ്ങം, കർക്കിടകം ഈ 4 രാശിക്കാർക്കാണ് സൂര്യൻ ഇടവം രാശിയിലേക്ക് വരുമ്പോൾ നേട്ടങ്ങളുണ്ടാകുന്നത്. അതിൽ തന്നെ മീനം, ധനു, ചിങ്ങം രാശിക്കാർക്ക് കാര്യമായ ഗ്രഹങ്ങളൊന്നും മറ്റ് ഗ്രഹങ്ങളൊന്നും അനുകൂലമായിട്ട് വരുന്നില്ല. അതേസമയം കർക്കിടക രാശിക്കാർക്ക് തീർച്ചയായിട്ടും ഒരുപാട് നേട്ടങ്ങൾ ഇടവമാസത്തിലുണ്ട്. പക്ഷേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ കർക്കിടകം ഒഴിച്ച് ബാക്കി 11 രാശിക്കാർക്കും ഇടവമാസം പൊതുവെ മോശമായിട്ടുള്ള ഒരു മാസമായിരിക്കും എന്നതുകൊണ്ട് ഞങ്ങൾ അത് ഡീറ്റെയിൽഡായിട്ട് അപ്ലോഡ് ചെയ്തില്ല. എനിവേ, ഇനി നമുക്ക് 2ാം സ്ഥാനം കിട്ടുന്ന ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ട് 2ാം സ്ഥാനം കിട്ടുന്ന രാശിക്കാരെ നോക്കാം. 2ാമത്തെ രാശി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം, പൂയ, ആയില്യം. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്കാണ് ഞങ്ങൾ 2ാം സ്ഥാനം കൊടുക്കുന്നത്. അവർക്ക് ഏകദേശം 6-7 ഗ്രഹങ്ങൾ വരെ അനുകൂലമായിട്ട് വരുന്നു. കർക്കിടകം രാശിക്ക് 7 ഗ്രഹങ്ങൾ തൊട്ട് 8 ഗ്രഹങ്ങൾ വരെ ഈ കാലയളവിൽ അനുകൂലമായിട്ട് വരുന്നുണ്ട്. മകരം രാശിക്ക് ഏകദേശം 6-7 ഗ്രഹങ്ങൾ ഈ കാലയളവിൽ അനുകൂലമായിട്ട് വരുന്നു. അവർക്ക് ശനി 7 ശനിയാണ്. എന്നാൽ തന്നെയും ശനി നിൽക്കുന്നത് ഈ കുംഭം രാശിയിൽ സ്വക്ഷേത്രപരമായതുകൊണ്ട് കാര്യമായ ദോഷമൊന്നും വരില്ല 7 ശനി കൊണ്ട് മകരം രാശിക്ക്. അതേസമയം വ്യാഴം ഇപ്പോൾ 5ാം ഭാവത്തിൽ വന്നേക്കുന്നു, ശുക്രൻ 5ാം ഭാവത്തിലേക്ക് വന്നേക്കുന്നു. അതുപോലെ തന്നെ ചൊവ്വ ജൂൺ 1 വരെ അനുകൂലമാണ്. അതുമാത്രമല്ല, രാഹു അവർക്ക് കുറേ കാലമായിട്ട് 3ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ മകരം രാശിക്ക് ശുക്രൻ്റെ രാശി മാറ്റവും കൂടെ വരുമ്പോഴത്തേക്ക് നിരവധി നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങളുടെ ഘോഷയാത്ര അവർക്ക് പ്രതീക്ഷിക്കാം. ആദ്യ സ്ഥാനം ഞങ്ങൾ നൽകിയത് കർക്കിടകം രാശിക്കാണ്, 2ാം സ്ഥാനം നൽകുന്നത് മകരം രാശിക്കാണ്. ഇനി 3ാം രാശി എന്ന് പറയുന്നത് മേടം രാശിയാണ്. മേടം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം. ഇവർക്ക് ശനിയും വ്യാഴവും അനുകൂലമായിട്ട് നിൽക്കുകയാണ്. വ്യാഴം ധനസ്ഥാനത്ത് വരുന്നു, അതിനോടൊപ്പം ശുക്രനും ധനസ്ഥാനത്താണ് വരുന്നത്. അതുകൂടാതെ ശനി ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തുണ്ട്. അപ്പോൾ അങ്ങനെ മേടം രാശിക്ക് ഞങ്ങൾ 3ാം സ്ഥാനം കൊടുക്കുന്നു. കാരണം അവർക്ക് ശനി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സ്വക്ഷേത്രപരമായിട്ട് നിൽക്കുകയാണ്. അതിനോടൊപ്പം ധനസ്ഥാനത്ത് വ്യാഴവും ശുക്രനും കൂടെ വരുന്നു. അപ്പോൾ അവർക്ക് ഞങ്ങൾ 3ാം സ്ഥാനം കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് 4ാം സ്ഥാനക്കാരെ നോക്കാം. അത് ഇടവം രാശിയാണ്. ഇടവം രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവം രാശിക്ക് ശനി, ചൊവ്വ, സർപ്പം അഥവാ രാഹു, കേതു, കൂടാതെ ഇപ്പോൾ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട്
അവരുടെ സ്വന്തം രാശിയിൽ തന്നെ വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നേട്ടങ്ങളുടെ ഘോഷയാത്ര പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 5ാം സ്ഥാനം ഞങ്ങൾ നൽകുന്നത് തുലാം രാശിക്കാണ്. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ശനി കുറേ വർഷങ്ങൾ, അതായത് ഇനിയും ഒരു ഏകദേശം 3 വർഷം തുലാം രാശിക്ക് അനുകൂലമായിട്ട് വരുന്നു. കൂടാതെ ഇപ്പോൾ 1-ാം തീയതി വരെ, ജൂൺ 1-ാം തീയതി വരെ ചൊവ്വ അനുകൂലമാണ്. സർപ്പം അഥവാ രാഹു കുറേ കാലം ഇനിയും വർഷങ്ങൾ, ഏകദേശം 2 വർഷത്തോളം ഇനിയും രാഹു അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ കേതുവും അനുകൂലമാണ്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് ഇവർക്ക് അനുകൂല ഭാവത്തിൽ വരികയാണ് 19-ാം തീയതി മുതൽ, മെയ് 19-ാം തീയതി മുതൽ. അപ്പോൾ തീർച്ചയായിട്ടും 19-ാം തീയതി മുതൽ തടസ്സപ്പെട്ട് നിന്നിരുന്ന നിരവധി സാമ്പത്തിക സ്രോതസ്സുകൾ ഇവർക്ക് തുറന്നു കിട്ടും. മെയ് 19 തൊട്ട് ജൂൺ 12 വരെയുള്ള കാലയളവിൽ തുലാം രാശിക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഇനി 6-ാം സ്ഥാനം ഞങ്ങൾ നൽകുന്നത് കന്നി രാശിക്കാർക്കാണ്. കന്നി രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. 6-ാം സ്ഥാനം ഞങ്ങൾ നൽകുന്നത് കന്നി രാശിക്കാർക്കാണ്. അവർക്ക് ശനിയും വ്യാഴവും അനുകൂലമാണ്, ശുക്രന് പുറമെ. പിന്നെ തീർച്ചയായിട്ടും അവർക്ക് ബുധൻ ഇപ്പോൾ തൽക്കാലം അനുകൂലമാണ്. പ്രധാനമായിട്ടും അവർക്ക് അനുകൂലമായിട്ടുള്ള ആയിട്ട് നിൽക്കുന്നത് ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് 6-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ വ്യാഴം അവർക്ക് ഭാഗ്യസ്ഥാനത്ത് വരികയാണ്. അതുകൂടാതെ ശുക്രനും ഇപ്പോൾ അനുകൂലമായിട്ട് ഭാഗ്യസ്ഥാനത്ത് 9-ാം ഭാവത്തിൽ കന്നി രാശിക്കാർക്ക് വരികയാണ്. അപ്പോൾ ഈ രാശിക്കാർക്ക് മാത്രമല്ല, ബാക്കിയുള്ള 6 രാശിക്കാർക്കും ശുക്രൻ കൊണ്ട് ദോഷം വരില്ല. കാരണം ശുക്രൻ ഒരു ശുഭഗ്രഹമാണ്. അതുകൂടാതെ 3 രാശിക്കാർക്ക്, ഈ 6 രാശിക്കാർക്ക് മാത്രമല്ല വേറെ 3 രാശിക്കാർക്കും അനുകൂലമായിട്ടുള്ള അവസ്ഥയിലാണ് വരുന്നത്. എങ്കിലും അനുകൂലമല്ലെങ്കിലും, ശുക്രൻ അനുകൂലമല്ലെങ്കിലും പൊതുവെ ഈ ശുഭഗ്രഹമായ ശുക്രൻ ആർക്കും വലിയ ദോഷമൊന്നും കൊണ്ടുവരില്ല. എനിവേ, ഈ രാശിക്കാർക്ക് മാത്രമല്ല, എല്ലാ രാശിക്കാർക്കും, 12 രാശിക്കാർക്ക് മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും, എല്ലാ ചരാചരങ്ങൾക്കും ഭഗവാൻ ഈശ്വരൻ ഗുരുവായൂരപ്പൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചം വിതറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.